മേമലക്കാരൻ ബൈജിന് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഓണാശംസകൾ അഡ്വാൻസ് ആയിട്ട് കേട്ടോ. അപ്പോൾ ഓണ വിപണിയുമായിട്ട് ഞാനിന്ന് നമ്മുടെ ഒരു ചെറിയ സ്ഥാപനം, അത് ത്രിവേണിയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇത് നമ്മുടെ ചേട്ടച്ചാറ എവിടെ? സാറേ കൊള്ളാം. സാറെന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ തൊഴിലിൻ്റെ ഭാഗം പറഞ്ഞതാണ്. നമ്മുടെ ചേട്ടച്ചാറാണ് കേട്ടോ. നമ്മൾ ഓണവിപണി, അതായത് സഹകരണ വകുപ്പിൻ്റെ ഭാഗമായിട്ട് ഓണവിപണിയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നു. അതുമായിട്ട് നമ്മൾ റേഷൻ കാർഡ് പതിപ്പിച്ചുകൊണ്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് കുറേ സാധനം വേണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫോൺ നമ്പർ ഇവിടെ ഒന്ന് പറഞ്ഞോ. 7012 73 65 92. ഓക്കെ, വേണ്ടിയ സാധനം കിറ്റായിട്ട് തന്നെ അടിക്കണോ? കിറ്റായിട്ടാണ്. കിറ്റായിട്ട് എങ്ങനെ കൊടുക്കുന്നത്? കിറ്റ് തന്നാൽ മതി. ഓക്കെ, ഇത് ഓണവിപണി മാത്രമല്ല കേട്ടോ, സ്ഥിരമായിട്ട് ഇവിടെ, അതത് മിതമായ നിരക്കിലാണ്. കസ്റ്റമർ അനുസരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇവിടുത്തെ സാധനങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കേട്ടോ. സർക്കാർ അനുവദിച്ചു കൊടുക്കുന്ന സാധനമാണ് അത്. നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു അധികാരമുണ്ട്, ഒരു സ്നേഹബന്ധങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വരുന്ന കസ്റ്റമറുമായിട്ട് അവർ അങ്ങനെയാണ് പെരുമാറുന്നതും. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. ഇനി അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതിയോ? ഇപ്പോൾ ഇവർ ഇച്ചിരി തിരക്കിലായിപ്പോയി, കാരണം ആ സമയത്ത് നിങ്ങളും മതല്ലേ. കൊള്ളാം. ഇതെല്ലാം ഞങ്ങളുടെ ചങ്ക് പ്രോകളാണ് കേട്ടോ. ഓക്കെ, പിന്നെ വൈഗ ഡ്രൈവിംഗ് സ്കൂളിലെ സാറാണ് കേട്ടോ. ഓക്കെ, പാവപ്പെട്ടതല്ലേ, എല്ലാവരും പാവപ്പെട്ടത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ബില്ല് എങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ കൊണ്ടുവരണ്ടേ? ഇതാണ് നമ്മുടെ മേഡങ്ങളൊക്കെ. ഓക്കെ, ലോൺ സാധനം ഇറക്കുന്നുണ്ട്, അതിൻ്റെ തിരക്കാണ്. അതിനിടയ്ക്കാണ് നമ്മളും വന്ന് നിൽക്കുന്നത്. വെളിച്ചെണ്ണ 9 ഐറ്റം. 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട്. ഓക്കെ, താങ്ക് യു. വളരെയേറെ സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഡീലിങ്ങും ഇതിന് നമ്മൾ കണ്ടപ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു ആവേശം ഉണ്ടായിരുന്നു. കാരണം എന്താ പറയുക, ഓണം നല്ല രീതിയിൽ പൊലിപ്പിക്കാറുണ്ട്. ഓണം എന്ന് പറയുമ്പം പല സ്നേഹിതരൊക്കെ ഇന്നത്തെ തലമുറകളൊക്കെ ഓണം മറന്നിരിക്കുന്ന കാലഘട്ടമാണ് കേട്ടോ. ഇന്നെന്ന് പറയുമ്പം സാധനങ്ങൾ നമ്മൾ എന്താ പറഞ്ഞാൽ ഇന്ന് ഓൺലൈനിലാണ് സാധനങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഓണസദ്യ വരെ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു കാലഘട്ടമായി പോയിരിക്കുകയാണ്. പക്ഷേ അതിലുപരി ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, നിത്യോപയോഗ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആഘോഷപരമായിട്ട് വീട്ടിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് അത് തൃപ്തിയായിട്ട് കഴിക്കുമ്പോൾ അതിൽ കിട്ടുന്ന സന്തോഷം, ആ കുടുംബ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ എല്ലാവർക്കും മേമലക്കാരൻ ബൈജുവിൻ്റെ എല്ലാവിധ ആശംസകൾ, ഓണാശംസകൾ. അപ്പം വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ സ്നേഹിതർക്കും എന്താവശ്യത്തിനാണെങ്കിലും മിതമായ നിരക്കിൽ നമുക്ക് ഇവരുടെ സ്ഥാപനത്തിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള പർച്ചേസിങ്ങായിട്ട് നമ്മൾ തിരിച്ച് കൃതാർത്ഥനായി പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും.